ലക്ഷ്മി യോഗം. ലക്ഷ്മി യോഗവും ലഗ്നം ബേസ് ചെയ്തിട്ടാണ് ആദ്യം നോക്കാനുള്ളത്. ഭാഗ്യാധിപൻ എന്ന് പറഞ്ഞാൽ 9ാം ഭാവാധിപൻ. ഭാഗ്യാധിപന്റെ മൂലത്രികോണത്തിലോ ഉച്ചത്തിലോ നിൽക്കണം. അപ്പൊ ഓരോ ഗ്രഹത്തിന്റെയും മൂലത്രികോണം ഏതാണെന്ന് നോക്കണം. പോരാത്തതിന് ഉച്ചം. ഇതപ്പോ നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ. ഈ നിൽക്കുന്ന രാശി ലഗ്നത്തിന്റെ കേന്ദ്രത്തിലായിരിക്കണം. ലഗ്നത്തിന്റെ 1, 4, 7, 10 ഇങ്ങനെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി യോഗമാണ്. ലഗ്നാധിപൻ ബലവാനായിരിക്കണം, സ്ട്രോങ്. ഭാഗ്യാധിപൻ തന്റെ മൂലത്രികോണത്തിലോ ഉച്ചത്തിലോ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. ആ നിൽക്കുന്ന സ്ഥാനം, അതായത് 9ാം ഭാവാധിപന്റെ മൂലത്രികോണ രാശിയോ ഉച്ചരാശിയോ ലഗ്നത്തിന്റെ കേന്ദ്രങ്ങളിലായിരിക്കണം. അത് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തത് ലഗ്നാധിപന് ബലം വേണം. ലഗ്നാധിപൻ വീക്കാണെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ ലക്ഷ്മി യോഗം പേര് തന്നെ ഉണ്ടല്ലോ. സൽഗുണങ്ങൾ ഉണ്ടാവും ലക്ഷ്മി യോഗത്തിലുള്ളവർക്ക്. സൽഗുണങ്ങൾ, ഭൗതികമായ അഭിവൃദ്ധി, ഐശ്വര്യം, ഭൂമി സ്വത്ത്, ഉയർന്ന പദവികൾ ഉണ്ടാവും, പൊതുജനങ്ങളുടെ ഇടയിൽ ബഹുമാനം, എല്ലാവരാലും മാനിക്കപ്പെടുന്ന, അതൊക്കെ ലക്ഷ്മി യോഗത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ വിദ്വാനായിരിക്കും, കീർത്തിമാനായിരിക്കും. ഇത്രയും ഗുണങ്ങൾ ലക്ഷ്മി യോഗത്തിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല കുടുംബം ഉണ്ടായിരിക്കും. ഭാര്യയും കുട്ടികളും ഇല്ലെങ്കിൽ ഭർത്താവും കുട്ടികളൊക്കെ. പൊതുവെ നല്ല ജീവിതം, ആ യോഗം പോലെ തന്നെ. ഇഷ്ടമുള്ള ഒരു ലഗ്നം പറഞ്ഞോളൂ, നോക്കാം വരൂല്ലേ. കർക്കിടക ലഗ്നം. ഓക്കെ, കർക്കിടക ലഗ്നം ഒരാൾ സജസ്റ്റ് ചെയ്തു. കർക്കിടക ലഗ്നത്തിന്റെ 9ാം ഭാവാധിപൻ ആരാണ്? ഗുരുവാണ്. അപ്പൊ ഗുരുവിന്റെ മൂലത്രികോണത്തിലോ ഉച്ചത്തിലോ നിൽക്കണം. ഉച്ചത്തിൽ നിൽക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ലഗ്നത്തിൽ തന്നെ വന്നു, ലഗ്ന കേന്ദ്രമായി. അപ്പൊ ശരിയാവുക. ഹംസയോഗ. ഗുരുവിന്റെ മൂലത്രികോണ രാശി ധനു. പക്ഷെ ലഗ്ന കേന്ദ്രത്തിൽ വരുന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഈ കണ്ടീഷൻ ഫുൾഫിൽ ആവണമെങ്കിൽ, കർക്കിടക ലഗ്നമാണെങ്കിൽ ഗുരു ഇവിടെ വരണം. ഇവിടെ വന്നാലും 9 ആവുള്ളൂ. 9 പറഞ്ഞിട്ടില്ല, കേന്ദ്രം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർക്കിടക ലഗ്നമാണെങ്കിൽ ഗുരു ഇവിടെ തന്നെ വരണം. എന്നാലും ഇത് ഫുൾ ആവുള്ളൂ. ലഗ്നാധിപൻ സ്ട്രോങ് ആയിരിക്കണം പറഞ്ഞിട്ട്. അടുത്തത് അപ്പൊ ചന്ദ്രന്റെ ഉച്ചരാശിയിലാവാം. ഈ പക്ഷബലം, നമ്മളിപ്പം രശ്മിബലം നോക്കുമ്പോൾ അതിലൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ടോട്ടൽ രശ്മിബലമൊക്കെ നോക്കുമ്പോൾ ഈ നമ്മൾ പറയില്ലേ, നീചത്തിലാണ് പക്ഷബലമുള്ള ചന്ദ്രൻ, പക്ഷബലമില്ലാത്ത ചന്ദ്രൻ. അത് ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ്. അല്ലാത്ത ബാക്കി പോയിന്റ്സ് ചിലപ്പോൾ ചന്ദ്രന് കൂടുതൽ രശ്മിബലം ഉണ്ടായിന്ന് വരും. ഇവിടെ ആകുമ്പോ നീചത്തിലായി. ഇവിടത്തേനേക്കാളും നല്ല ചന്ദ്രൻ ഇവിടെ. അപ്പൊ ലഗ്നാധിപൻ ഉച്ചത്തിലായി. ഇല്ലെങ്കിൽ മിത്രക്ഷേത്രങ്ങളില് ലഗ്നാധിപൻ ഇവിടെ മിത്രക്ഷേത്രം, ഗുരുവിന്റെ ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ വന്നു. ഗുരുവിന്റെ ഉച്ചത്തിലല്ല, മിത്രക്ഷേത്രത്തിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടിയിലും വന്നു. അപ്പൊ അതിന് ബലമുണ്ട്. അങ്ങനെയാവാം. അപ്പോഴും ലക്ഷ്മി യോഗവും.
എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇതേപോലെയാണ് ജാതകം. പക്ഷെ അയാൾ ചന്ദ്രൻ, ലഗ്നാധിപനായ ചന്ദ്രൻ നീചത്തിൽ പോയി, വൃശ്ചികത്തിൽ വന്നു പോയി. അപ്പൊ യോഗബലം കുറയും. യോഗബലം കുറയും. പക്ഷെ എന്നിട്ടും അയാൾ പേരുകാട്ട ജംബോളജിസ്റ്റായിട്ട് മാറി. ഭയങ്കര പ്രശസ്തിയായി. പക്ഷെ ബാല്യകാലവും മറ്റു കാര്യങ്ങളൊക്കെ ദുരിതത്തിലായി. ഇപ്പം ഈ പറഞ്ഞ ലക്ഷ്മി യോഗത്തിലാണ് വില. അപ്പൊ ഇങ്ങനെയാണ് ലക്ഷ്മി യോഗം. ആരോ ഒരു സംശയം ചോദിക്കാൻ പോയി എന്റെ ഇടയ്ക്ക്. സാർ, എനിക്ക് ഇതില് ലഗ്നം കർക്കിടകം ഇട്ടു. അതില് 9ാം ഭാവാധിപൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഗുരുവാണ് വരുന്നത്. അപ്പൊ ഗുരുവിന്റെ എന്താ പറയാ മൂലത്രികോണം പറയുമ്പോ ഗുരുവിന്റെ മൂലത്രികോണം ഇവിടെ വരിക, ധനുവില വരിക. അത് എന്തുകൊണ്ട് എഴുതാഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുവിന് എഴുതി കഴിയുകയാണെങ്കിൽ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വരില്ല. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇത് ഫുൾഫിൽ ആവാണ്ട്. ഇല്ല, അത് കാരണം ഇവിടുന്ന് മാറ്റിയത്. 9ാം ഭാവാധിപൻ മൂലത്രികോണത്തിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ആയിരിക്കണം. മാത്രമല്ല അത് ലഗ്നത്തിന്റെ കേന്ദ്രവും ആയിരിക്കണം അല്ലേ? ലഗ്നാധിപൻ ബലവാനായിരിക്കണം, അതുണ്ട്. ഈ 3 കണ്ടീഷൻ ആകുമ്പം ലക്ഷ്മി യോഗം, ഐശ്വര്യം, സൗന്ദര്യം, വിദ്യ, കീർത്തി, കുടുംബസുഖം, ഇതൊക്കെ ഉണ്ടാവും. ലക്ഷ്മി യോഗത്തിന്റെ ഭാഗ്യാധിപൻ മൂലത്രികോണത്തിലോ ഉച്ചത്തിലോ നിൽക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. ആ രാശി ലഗ്നത്തിന്റെ കേന്ദ്രമായിരിക്കണം. ലഗ്നാധിപൻ ബലവാനായിരിക്കണം. 3 കണ്ടീഷൻ. അപ്പൊ സുഹൃത്തുക്കളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി വെച്ചോളൂ, ഉപകാരപ്പെടും. ഓക്കെ.